നമസ്കാരം. എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ HSA സോഷ്യൽ സയൻസിലെ മൊഡ്യൂൾ നമ്പർ 2, അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ യൂണിറ്റ് നമ്പർ 1, അതിലൊരു ടോപ്പിക്കാണ്. നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മഹാജനപദ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ സിലബസിൽ അങ്ങനെ പേരെടുത്ത് മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അതായത് ഈ ഒരു മഹാജനപദ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് ശരിക്കും നിങ്ങളുടെ യൂണിറ്റ് നമ്പർ 1 വരുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഈ മഹാജനപദ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാതെ നമുക്ക് നിങ്ങളുടെ രണ്ടാമത്തെ യൂണിറ്റ്, അതിൽ ഈ മൗര്യൻ എംപയർ, ഗുപ്തൻ എംപയർ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പൊ ഇത് രണ്ട് കണക്റ്റഡ് ആണ്. കാരണം ലേറ്റർ വേദിക് പീരീഡ് വരെയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ മഹാജനപദ എന്ന് പറയുന്നത്. അപ്പൊ ഈ മഹാജനപദങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് മൗര്യൻ എംപയറും ഗുപ്ത എംപയറും ഒക്കെ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾക്കൊരു കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടാൻ, നിങ്ങൾക്കൊരു എന്താ പറയുന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് എന്താ പറയുക, ഒരു ക്ലാരിറ്റിയാണ്. എങ്ങനെ എപ്പോ നടന്നു, ഓരോ ഇവന്റും എന്തിനു ശേഷം വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ ഓരോ സംഭവങ്ങളും തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി നമ്മൾ ഹിസ്റ്ററി പോലുള്ള ഒരു സബ്ജക്ട് പഠിക്കുന്ന സമയത്ത്. അപ്പോ ഈ മഹാജനപദങ്ങളെ കുറിച്ച് പറയാണ്ട് ഇന്ത്യയിൽ എങ്ങനെയാണ് മൗര്യൻ എംപയർ എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യം ഉണ്ടായി വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഞാൻ വീണ്ടും ഇതാ പറയുന്നത്, സിലബസിൽ ഇതിങ്ങനെ മഹാജനപദ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. സിലബസിൽ മെൻഷൻ ചെയ്യാത്ത പോർഷനിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2022 PYQ നിങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിലൊരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ബാമനി സൽത്തനറ്റിന്റെ തുടർച്ചയായിട്ട് ഗോൽക്കൊണ്ട എന്ന് പറയുന്ന പ്രദേശത്ത് രൂപം കൊണ്ടിട്ടുണ്ടായിരുന്ന സാമ്രാജ്യം ഏതാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ശരിക്കും അതിന്റെ ആൻസർ കുത്തബ് ഷാഹീസ് ആണ്. അപ്പോൾ കുത്തബ് ഷാഹീസ് എന്നോ അല്ലെങ്കിൽ ബാമനി സൽത്തനട്ട് എന്നൊന്നും സിലബസിൽ എന്താക്കിയിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ അത് ബ്രോഡായിട്ടുള്ള മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് ഈ ബാമനി സൽത്തനട്ട് എന്നൊക്കെ പറയുന്നത്. ബാമനി സൽത്തനട്ടും അതുപോലെ തന്നെ ബാമനി സൽത്തനട്ടിന് ശേഷം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്ന 16-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്ന ഈ 5 സക്സസർ സ്റ്റേറ്റുകൾ, അതായത് നിസാം ഷാഹീസ്, കുത്തബ് ഷാഹീസ്, ആദിൽ ഷാഹീസ്, ബരീദ് ഷാഹീസ്, ഇമാദ് ഷാഹീസ്, ഇങ്ങനെ ഈ 5 എണ്ണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇൻ കേസ് ചിലപ്പോൾ നമുക്ക് ഇനി നടക്കാൻ പോകുന്ന എക്സാമിന് ചിലപ്പോൾ മഹാജനപദ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നായിരിക്കും ചിലപ്പോൾ ചോദ്യങ്ങൾ വരിക. അപ്പൊ അതുകൊണ്ട് അതൊന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും അതാ പറയാം, നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഇതാണ്, ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, എങ്ങനെ എപ്പോ നടന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഓക്കെ, അത് പരസ്പരം എങ്ങനെയാണ് ഇത് കണക്റ്റഡ് ആവുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയണം. അപ്പൊ അതുകൊണ്ടാണ് ഇതിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലോട്ട് കിടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ഹിസ്റ്ററി ക്ലാസ്സിലോട്ട് സ്വാഗതം. സോ മഹാജനപദ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജനപദ എന്ന് പറയുന്ന ടേം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ജനപദ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ജന പ്ലസ് പദ, ഇത് രണ്ടും ചേർന്നിട്ടുള്ളതാണ് ജനപദ. എന്താ ജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്, ജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രൈബ് എന്നുള്ളൊരു മീനിങ് ആണ്. പദ എന്ന് പറഞ്ഞാൽ എന്താ, കാൽപാദം എന്നുള്ള. അപ്പോ എന്താണ്, ഈ ഗോത്രങ്ങള് അവരുടെ എന്താ പറയുന്നത്, കാൽപാദം വെച്ച സ്ഥലം, അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ ഒരു എന്താ പറയുന്നത്, അതിന്റെ ഒരു ട്രൂ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ ഗോത്രങ്ങൾ അവരുടെ സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഏരിയ, അതാണ് ജനപദ എന്ന് പറയുന്നത്.
അപ്പോ ആ ഒരു വാക്കിൽ നിന്നാണ് ശരിക്കും മഹാജനപദ എന്ന് പറയുന്ന ഈ ഒരു ടേം ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മള് ലിറ്റർ ഈ എന്താ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഈ വേദി കാലഘട്ടം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ട്രാൻസിഷൻ, അതായത് ജനത്തിൽ നിന്ന് ജനപദങ്ങളായി വന്നിട്ടുള്ള, അതായത് ഈ ജന എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടുതലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഋഗ്വേദിക് പീരീഡിലാണ്. ലേറ്റർ വേദിക് പീരീഡ് ആവുന്ന സമയത്താണ് ജനപദങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ആളുകള് ഓരോരോ പ്രദേശത്ത്, അതായത് ഒരു എന്താ പറയുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള അവരുടെ എന്താ പറയുക ആ ഒരു മൈഗ്രേറ്ററി ലൈഫ് സ്റ്റൈല് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഒരു പ്രദേശത്ത് അവര് സ്ഥിര താമസമാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഋഗ്വേദിക് കാലഘട്ടത്തിൽ ആര്യന്മാര് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തോട്ട് അവർ വരികയും അവർ സിന്ധു നദിയുടെ തീരത്ത് അവരുടെ എന്താ പറയുന്നത് താവളങ്ങൾ അല്ലെങ്കിൽ താമസ സ്ഥലങ്ങൾ ഉണ്ടാക്കി. പക്ഷെ അവര് ഫ്രീക്വന്റ്ലി അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഒരു 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 ചിലപ്പോൾ ഒരു വർഷത്തേക്ക് ചിലപ്പോ ജലം എന്ന് പറയുന്ന നദിയുടെ തീരത്തായിരിക്കും അവർ താമസിക്കുക. നെക്സ്റ്റ് ഇയർ അവർ നേരെ രവി എന്ന് പറയുന്ന റിവറിന്റെ തീരത്തായിരിക്കും താമസിക്കുക. അപ്പോൾ അവര് മൈഗ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ മൈഗ്രേഷൻ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ലേറ്റർ വേദിക് പീരീഡിലാണ്. കാരണം ലേറ്റർ വേദിക് പീരീഡിൽ അവർ നേരെ ഈ ആ, ഈ നമ്മളുടെ സിന്ധു നദിയുടെ തീരത്ത് നിന്ന് നേരെ എങ്ങോട്ടേക്ക് വരുന്നു, ഗംഗാ യമുന നദിയുടെ തീരത്തോട്ട് വരുന്നു. അവര് പിന്നീട് അവിടെ സെറ്റിൽമെന്റ് സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയാണ് ജനപദങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നത്. ലേറ്റർ വേദിക് പീരീഡിലാണ് ജനപദങ്ങൾ ഉണ്ടായി വന്നത്. അപ്പോൾ ഈ മഹാജനപദ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ മഹാജനപദങ്ങൾ ഇന്ത്യയിൽ എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലേറ്റർ വേദിക് പീരീഡിന്റെ കാലഘട്ടത്തിൽ, അതായത് ലേറ്റർ വേദിക് പീരീഡിന്റെ ഒരു ക്ലൈമാക്സ്, അതായത് അതിന്റെ ഒരു അവസാന കാലഘട്ടത്തിൽ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഈ രണ്ട് ആ ഒരു ഡിവിഷൻ, ആ ഒരു ടൈം ഫ്രെയിം 1500 മുതൽക്ക് 1000 BCE വരെ ഋഗ്വേദിക്കും, 1500 മുതൽക്ക് 1000 മുതൽക്ക് 1000 BCE മുതൽക്ക് 500 BCE വരേക്കും ലേറ്റർ വേദിക് പീരീഡ് ആണ്. അപ്പോൾ ഈ ഒരു സമയം, ഇതിന്റെ ഒരു ക്ലൈമാക്സ്, ഇതിന്റെ ഒരു അവസാനത്തിലാണ് ശരിക്കും എന്താവുന്നത് മഹാജനപദങ്ങൾ ഇന്ത്യയിൽ എമർജ് ചെയ്യുന്നത്. അതായത് ഒരു 600ന്റെയും 500 BCE ഒക്കെ ഇടയിലായിട്ടാണ് എന്താവുന്നത് ഇന്ത്യയിലെ വലിയ വലിയ മഹാജനപദങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നത്. സോ അപ്പൊ ഈ ഒരു പീരീഡിൽ ലേറ്റർ വേദിക് കാലഘട്ടത്തില് ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും എമർജ് ചെയ്യുന്നു. അതുവരേക്കും എന്തില്ല, ഈ മഹാജനപദം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോ ഈ ലേറ്റർ വേദിക് പീരീഡിന്റെ അവസാന കാലഘട്ടത്തിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോ ഒരു ഗോത്ര രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു പ്രാദേശിക ഭരണകൂടത്തിലോട്ടുള്ള ഒരു മാറ്റം, അതാണ് ശരിക്കും ഈ ഒരു ലേറ്റർ വേദിക് പീരീഡിന്റെ അവസാനത്തിൽ ശരിക്കും നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാറ്റം തന്നെയാണ് ഇന്ത്യയിൽ വലിയ വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാവാനും കാരണമായിട്ടുണ്ടായിരുന്നത്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഋഗ്വേദിക് പീരീഡിൽ എന്താണ്, ഈ ഗോത്ര രാഷ്ട്രീയങ്ങളാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഓരോ ഗോത്രങ്ങൾ, ആ ഗോത്രത്തിന് ഒരു തലവന്മാരുണ്ടായിരിക്കും, അവര് ഭരണം നടത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു. ലേറ്റർ വേദിക് പീരീഡിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞു, അത് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ചെറിയ തോതിൽ രാജഭരണം എമർജ് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. അപ്പോൾ അത് തന്നെയാണ് ഇത് ഈ മഹാജനപദങ്ങളിലോട്ടുള്ള മാറ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. സോ ഓരോ പ്രദേശങ്ങളിലും ഓരോ ഭരണകൂടങ്ങളും ഓരോ രാജാക്കന്മാർ ഭരണം നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ രാജാക്കന്മാര് പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും യുദ്ധങ്ങൾ ചെയ്തു. ഒരു രാജാവ് മറ്റൊരു രാജാവിനെ തോൽപ്പിച്ചു, ആ രാജാവ് വീണ്ടും മറ്റൊരു രാജാവിനെ തോൽപ്പിച്ചു. അങ്ങനെ അങ്ങനെ ആ രാജാവ് തന്റെ സാമ്രാജ്യം എന്താ പറയുന്നത് വിപുലീകരിച്ചു, അല്ലെങ്കിൽ ഒരുപാട് പ്രദേശങ്ങൾ വെട്ടിപ്പിടിച്ചു. അങ്ങനെ ഈ ജനപദങ്ങളായി ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്തായിട്ട് മാറി, മഹാജനപദങ്ങളായിട്ട് മാറി. അപ്പോൾ ജനപദം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പ്രദേശം, ആ പ്രദേശത്ത് ഒരു ഗോത്രം സ്ഥിരമായിട്ട് താമസിക്കുക, അവർക്കൊരു രാജാവ് ഉണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പൊ ഇവിടെ വന്ന മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജാവ് യുദ്ധങ്ങൾ ചെയ്തുകൊണ്ട് മറ്റു രാജാക്കന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കുന്നു. ആ കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കിയതോട് കൂടിയിട്ട് അയാളുടെ സാമ്രാജ്യം വലുതാവുന്നു. ആ സാമ്രാജ്യം വലുതായി വന്നിട്ടുള്ളതാണ് എന്ത്, മഹാജനപദം എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണയായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ലേറ്റർ വേദിക് പീരീഡിന്റെ സമയത്ത്
ആര്യൻ ഗോത്രക്കാരായിട്ടുണ്ടായിരുന്ന ആളുകൾ യമുന നദിയുടെ തീരത്തോട്ട് മാറി. ഗംഗാ യമുന നദീ തീരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് പ്രദേശങ്ങൾ വരിക? ഡൽഹി, യു പി, ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളിലോട്ടാണ് അവരെന്താക്കിയിട്ടുണ്ടായിരുന്നത്? കുടിയേറിയിട്ടുണ്ടായിരുന്നത്. അപ്പോ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഇന്ത്യയിൽ ഈ മഹാജനപദങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട് ഉള്ളത്, അതിനൊരു മെയിൻ ലൊക്കേഷൻ, അതിനൊരു മെയിൻ ജിയോഗ്രഫി എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങളിലാണ്. ഡൽഹി, യു പി, ബീഹാർ ഏറ്റവും കൂടുതൽ മഹാജനപദങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നത് ഈ പ്രദേശങ്ങളിലാണ്. ഡൽഹിയിലും യു പിയിലും ബീഹാറിലുമായിട്ട് ഇതിലേറ്റവും കൂടുതൽ മഹാജനപദങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നത് യു പി എന്ന് പറയുന്ന പ്രദേശത്താണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഗംഗാ യമുന നദിയുടെ തീരത്താണ് അവർ സ്ഥിര താമസമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലിറ്റർ വേദിക് പീരീഡിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് എന്ത്, ആളുകൾ അവരുടെ പ്രദേശങ്ങളോട് കൂടുതൽ ലോയൽ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നുള്ളത്. അതായത് അവര് എന്താ ചെയ്തു, അവരുടെ ജനപദത്തോട് കൂടുതൽ വിശ്വസ്തരായി. അവരുടെ ജനപദത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ വേണ്ടിയിട്ട് പോലും അവർ തയ്യാറായി. അതാണ് പറയുന്നത് കൂടുതൽ ലോയലായി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോ ഈ ഋഗ്വേദിക് പീരീഡിൽ എന്താ സംഭവിച്ചിട്ടുണ്ട്? ഋഗ്വേദിക് പീരീഡിൽ അവർക്ക് അവരുടെ ഗോത്രത്തോടായിരുന്നു കൂടുതൽ താല്പര്യം, ഗോത്രത്തോടായിരുന്നു കൂടുതൽ എന്താ പറയുന്നത്, ലോയൽറ്റി. പക്ഷെ പിന്നീട് അതെന്തായിട്ട് മാറി? അവര് സ്ഥിരതാമസമാക്കിയിട്ടുണ്ടായത് അവരുടെ ഒരു പ്രദേശത്തോട്ടായിട്ട് മാറി. മനസ്സിലായി? അപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, നമ്മൾ ഈ ദേശീയതയെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ വായിച്ചിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേപോലത്തെ ഒരു ദേശീയത, എന്താ ദേശീയത എന്ന് പറഞ്ഞാൽ, നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താ, തങ്ങൾ ജനിച്ച നാടിനോടുള്ള ഒരു സ്നേഹവും അനുകമ്പയും അതിനോടുള്ള ഒരു ലോയൽറ്റി, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ദേശീയത. അപ്പൊ അതേപോലെ ദേശീയത ഉയർന്നു, ഋഗ്വേദിക് പീരീഡിൽ ദേശീയത ഉയർന്നു വന്നോന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയത ഒന്നും ഉയർന്നു വന്നിട്ടില്ല. പക്ഷെ അവരുടെ പ്രദേശത്തോട് അവർക്കൊരു താല്പര്യവും ഒരു വിശ്വാസവും വന്നു. ആ പ്രദേശത്തിന് വേണ്ടിയിട്ട് അവര് എന്താ പറയുന്നത്, യുദ്ധങ്ങൾ ചെയ്യാൻ അവർ തയ്യാറായിട്ടുണ്ടായിരുന്നു. ആ പ്രദേശത്ത് താമസിക്കുന്ന രാജാവിന് കൂടുതൽ പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആളുകൾ അവർ സജ്ജമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ അതാണ്, അതായത് അവര് സ്ഥിരതാമസമാക്കിയിട്ടുണ്ടായിരുന്ന അവരുടെ ആ ഒരു പ്രദേശത്തോട്ട്, അവരുടെ ആ ഒരു മാതൃഭൂമിയോട് അവർ കൂടുതൽ വിശ്വസ്തരായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു സംഭവമാണ് എന്ത്, ഗോത്രത്തിന്റെയും അതുപോലെ തന്നെ ജന എന്ന് പറഞ്ഞാൽ ട്രൈബ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്തായിട്ടുണ്ടായിരുന്നു, കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ജനപദ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗോത്രം കാല് കുത്തുന്ന സ്ഥലം എന്നാണ് അതിനർത്ഥം. അതായത് ജനപദം എന്ന് പറഞ്ഞാൽ അതിന്റെ കുറെ കൂടി ഒരു വിശാലമായിട്ടുള്ള ഒരു അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾ സ്ഥിരതാമസമാക്കിയിട്ടുണ്ടായിരുന്ന, അധിനിവേശപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന പ്രദേശങ്ങൾ എന്നുള്ളതാണ്. മനസ്സിലാകും? അതുപോലെ തന്നെ ഈ ജനപദങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അത് മെയിൻലി റിസോഴ്സുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അധികാരത്തിന് വേണ്ടിയിട്ടാണ് ആ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഗോത്രത്തിന്റെ അടുത്ത് എന്തായിരിക്കും, കൂടുതൽ മേച്ചിൽപ്പുറങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും, നല്ല കൃഷിഭൂമി ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഈ വിഭവങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്, റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഫൈറ്റ് ചെയ്തു, യുദ്ധങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് ചില ജനപദങ്ങൾ മറ്റ് എന്താ പറയുന്നത്, ജനപദങ്ങളുമായിട്ടും ജനങ്ങളുമായിട്ടും ചേർന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ജനപദം മറ്റൊരു ജനപദവുമായിട്ട് ചേർന്നുകൊണ്ട് അത് എന്താക്കി, കൂടുതൽ വിശാലമായി. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് മറ്റുള്ള പ്രദേശങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് എമർജ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ജനപദങ്ങളാണ് മത്സ്യ, ചേതി, ഗാന്ധാര, കാശി തുടങ്ങിയ പ്രദേശങ്ങൾ. അപ്പോൾ ഇതിൽ ചില മഹാജനപദങ്ങൾ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സഹായിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? മറ്റ് മഹാജനപദങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, മറ്റു മഹാജനപദങ്ങളുടെ പ്രദേശങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ ഇങ്ങനെയുള്ള ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ജനപദങ്ങൾ എന്തായി വന്നിട്ടുണ്ടായിരുന്നത്, മഹാജനപദങ്ങളായി വന്നിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ശക്തി ആർജിച്ചു, കൂടുതൽ എന്താ പറയുക, കൂടുതൽ പ്രദേശങ്ങളിലോട്ട് അത് വ്യാപിച്ചു, കൂടുതൽ ആർമി അവർക്ക് ഉണ്ടായി, നല്ല ശക്തരായിട്ടുള്ള രാജാക്കന്മാർ അവർക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ ഇങ്ങനെയാണ് ഇന്ത്യയിൽ മഹാജനപദങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവര് വിവിധ ജനങ്ങളെ, അല്ലെ വിവിധ ജന എന്ന് പറഞ്ഞാൽ ഈ ഗോത്രങ്ങൾ എന്നുള്ളത്. അപ്പോൾ അവര് വിവിധ ജനങ്ങളെ അല്ലെങ്കിൽ ഗോത്രങ്ങളെ അവരുടെ അധികാര പരിധിക്കുള്ളിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി. അതായത് കൂടുതൽ പ്രദേശങ്ങളിലോട്ട് അവര് എന്താ പറയുന്നത്, വ്യാപിച്ചു എന്നുള്ളതാണ്.
അപ്പൊ ഇങ്ങനെയാണ് ജനപദങ്ങൾ എന്തായി വന്നിട്ടുണ്ടായിരുന്നത്, മഹാജനപദങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ജനങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് അതുപോലെ തന്നെ യുദ്ധങ്ങൾ നടത്തിയിട്ടൊക്കെയാണ് എന്താക്കിയിട്ടുണ്ടായിരുന്നത്, അവര് അവരുടെ എന്താ പറയുന്നത്, ഒരു വ്യാപനം പോസിബിൾ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, 5 ജനങ്ങള്, 5 ഗോത്രങ്ങള്, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഈ ഗോത്രങ്ങൾ എന്നുള്ളതാണ് കേട്ടോ, അല്ലാതെ ആളുകൾ എന്നുള്ളതല്ല, ഗോത്രങ്ങൾ. അപ്പോ 5 ഗോത്രങ്ങൾ ഒന്നിച്ചുകൊണ്ട് പാഞ്ചലയായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പാഞ്ചലയിൽ പെടുന്ന, പാഞ്ചല എന്ന് പറയുന്നത് പ്രശസ്തമായിട്ടുള്ള ഒരു ജനപദമാണ്. അപ്പോ ഈ ജനപദം ഈ പഞ്ചല എന്ന് പറയുന്ന ജനപദം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്? കൃവി, അതുപോലെ തന്നെ തുർവാശ, കേശി, ശ്രീനജയ, അതുപോലെ തന്നെ സോമക തുടങ്ങിയ ആ, ഗോത്രങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ടാണ് പാഞ്ചാല എന്ന് പറയുന്ന ഒരു ജനപദം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ അത്തരം ജനപദങ്ങളാണ് എന്തായി വന്നിട്ടുണ്ടായിരുന്നത്, മഹാജനപദങ്ങളായിട്ടും വന്നിട്ടുണ്ടായിരുന്നത്, മഹാജനപദങ്ങളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. മഹാജനപദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മഹാജനപദങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ രാജ്യങ്ങൾ എന്നുള്ളതാണ്. വലിയ രാജ്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ്, വലിയ സാമ്രാജ്യങ്ങൾ എന്നുള്ള ഒരു മീനിങ് ആണ് എന്ത്, ഈ മഹാജനപദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മഹാജനപദങ്ങളുടെ മറ്റൊരു അർത്ഥം വലിയ സമൂഹങ്ങൾ എന്നുള്ള ഒരു അർത്ഥം കൂടെ അതിനുണ്ട്. വലിയ സമൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശം എന്നുള്ളതൊക്കെയാണ് വലിയ സമൂഹങ്ങൾ എന്നുള്ളതിന്റെയും മറ്റൊരു അർത്ഥം. ഓക്കെ. അതുപോലെ തന്നെ ഈ മഹാജനപദങ്ങൾ ഭരിച്ചിട്ടുണ്ടായിരുന്നത് രാജാക്കന്മാരാണ്. ഇപ്പോ എല്ലാ മഹാജനപദങ്ങളിലും രാജഭരണം ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ്. മനസ്സിലായോ? എല്ലാ മഹാജനപദങ്ങളിലും മൊണാർക്കി ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ചില മഹാജനപദങ്ങളിൽ ഒന്നിൽ കൂടുതൽ രാജാക്കന്മാര് ചേർന്ന് ഭരണം നടത്തിയിട്ടുണ്ട്. അതിനെയാണ് ഗണസംഘകൾ എന്ന് വിളിക്കുക. നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. ഓക്കെ. ഗണസംഘകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗണസംഘകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നിൽ കൂടുതൽ രാജാക്കന്മാരുണ്ട്. ആ രാജാക്കന്മാരെ അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗണസംഘകൾ എന്ന് വിളിക്കുക. ബാക്കിയുള്ളത്, അതായത് നിങ്ങൾക്കറിയാം, ഈ മഹാജനപദങ്ങളുടെ ഇന്ത്യയിലെ പ്രധാനമായിട്ടും 16 മഹാജനപദങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ 16 മഹാജനപദങ്ങളും എന്തല്ല, രാജഭരണമല്ല, രാജാക്കന്മാർ ഭരിച്ചിട്ടുള്ളതല്ല. പകരം ചിലതില് എന്താണ്, ഈ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന അവരുടെ പ്രതിനിധികൾ, ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നുകൊണ്ട് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗണസംഘങ്ങൾ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ രാജാവിന് ഒരു സർക്കാർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കാൻ ഒരു കൗൺസിൽ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഋഗ്വേദിക് പീരീഡ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് രാജനെ സഹായിക്കാൻ ആരുണ്ടായിരുന്നു? പുരോഹിതന്മാരുണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ആ, 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 സേനാനികളും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇവിടെ മഹാജനപദങ്ങളിൽ രാജാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ, ഒരു കൗൺസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നികുതി എന്താക്കിയിട്ടുണ്ടായിരുന്നു? ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഈ മഹാജനപദത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, നികുതി പിരിച്ചെടുത്തു. അതുപോലെ തന്നെ നികുതി പിരിച്ചെടുത്തിന് പ്രത്യുപകാരമായിട്ട് രാജാവ് എന്താക്കിയിട്ടുണ്ടായിരുന്നു? അവരെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. രാജാവ് അവരെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? രാജാവ് അവരെ സംരക്ഷിക്കാൻ വലിയൊരു സൈന്യത്തെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ലേറ്റർ വേദിക് പീരീഡിന്റെ അവസാനത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു സംഭവമാണ് എന്ത്? രാജാക്കന്മാരുടെ അടുത്ത് വലിയ ഒരു സ്ട്രോങ് സ്റ്റാൻഡിങ് ആർമി ഉണ്ടായിരുന്നു. അതായത് എന്തിനും എപ്പോഴും എപ്പോഴും യുദ്ധത്തിന് സജ്ജമായിട്ടുള്ള ഒരു ആർമിയെ രാജാവ് സജ്ജമാക്കിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു മറ്റൊരു പ്രത്യേകതയാണ്. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ ഓർത്ത്. അപ്പോ ജനങ്ങളെ കയ്യിൽ നിന്ന് നികുതി പിരിക്കുന്നുണ്ട്. അപ്പോൾ നികുതി പിരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് എന്ത് കൊടുക്കണം? ബേസിക് ആയിട്ട് ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താക്കി രാജാവ്? പ്രൊട്ടക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ ആക്രമണത്തിൽ നിന്ന് തങ്ങളുടെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താക്കിയിട്ടുണ്ടായിരുന്നു? ഒരു സൈന്യത്തെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു രാജാക്കന്മാര്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്.
സോ ഇവിടെ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 16 മഹാജനപദങ്ങളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഇന്ത്യയിൽ 16 മഹാജനപദങ്ങളാണ് ആകെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 16 മഹാജനപദങ്ങളാണ്: ഒന്ന് ഗാന്ധാരം, രണ്ട് കംബോജ, മൂന്ന് അസ്മാക അല്ലെങ്കിൽ അസാക്ക, നാല് വത്സ, അഞ്ച് അവന്തി, ആറ് ശുരസേന, ഏഴ് ചേതി, എട്ട് മല്ല, ഒമ്പത് കുരു, 10 പാഞ്ചാല, 11 മത്സ്യം, 12 വജ്ജി അല്ലെങ്കിൽ വൃജ്ജി, 13 അങ്ക, 14 കാശി, 15 കൊശല, 16 മഗധ. ഇതിൽ ഈ വൃജ്ജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വജ്ജി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗണസംഖ്യയാണ്. അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു മഹാജനപദമാണ് ഈ വജ്ജി എന്ന് പറയുന്നത്. അവിടെ ശരിക്കും രാജഭരണമല്ല നിലനിന്നിട്ടുണ്ടായിരുന്നത്, അത് അവിടെ ഒരു റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഭരണ സംവിധാനമാണ് അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 16 മഹാജനപദം, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 16 മഹാജനപദങ്ങൾ, ഒട്ടുമിക്ക മഹാജനപദങ്ങളും ഈ ഗംഗാ യമുന നദിയുടെ തീരത്തായിരുന്നു എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ ഈ കാശി, കൊശല തുടങ്ങിയ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ പാഞ്ചാല, അതുപോലെ തന്നെ കുരു, ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം ഈ UP ഡൽഹിയുടെ അടുത്ത് വരുന്ന പ്രദേശങ്ങളാണ്. അതുപോലെ തന്നെ ബീഹാറിൽ വരുന്ന പ്രദേശങ്ങളാണ് മഗധ. അതുപോലെ തന്നെ ഈ അസ്മാക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസാക്ക എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ വരും. അതായത് ഈ ഒരു ജിയോഗ്രഫിയിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഈ അസ്മാക്ക, ഗാന്ധാരം, കംബോജ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ. ബാക്കിയുള്ളതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. UPയുടെയും ബീഹാറിന്റെയും ഡൽഹിയുടെ ഒക്കെ അടുത്തടുത്ത് ആ ഒരു 3 റീജിയന്റെ ഉള്ളിൽ വരുന്ന പ്രദേശങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ. ഇപ്പൊ ഈ അസ്മാക എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ഡെക്കാൻ അടുത്തുള്ള ഒരു മഹാജനപദാണ്. അതായത് ഏറ്റവും സദേൺ മോസ്റ്റ്, ഏറ്റവും തെക്കേ സൈഡിൽ, തെക്കേ അറ്റത്തുള്ള മഹാജനപദമാണ് ഈ അസ്മാക അല്ലെങ്കിൽ അസാക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ സൈഡിലുള്ള മഹാജനപദങ്ങളാണ് ഗാന്ധാരിയും അതുപോലെ തന്നെ കംബോജയും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഈ 3 പ്രദേശങ്ങളാണ് കുറച്ച് വിട്ട് നിൽക്കുന്ന പ്രദേശം. ബാക്കിയുള്ള എല്ലാം തന്നെ, ബാക്കിയുള്ള 13 മഹാജനപദങ്ങളും ഈ ഒരു ഗംഗാ യമുന നദിയുടെ തീരത്ത് എമർജ് ചെയ്തിട്ടുള്ള എന്താ പറയുന്നത് മഹാജനപദങ്ങളാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ മഹാജനപദങ്ങളുടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മാപ്പ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഈ ഒരു മാപ്പിൽ എന്താണ്, ഈ ഒരു പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശമാണ്. അപ്പൊ ഇവിടെയാണ് ഈ ഗാന്ധാര, കംബോജ തുടങ്ങിയ മഹാജനപദങ്ങൾ എമർജ് ചെയ്തിട്ടുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന അസ്മാകഥ അവിടെ അല്ലെങ്കിൽ അസാകഥ ഇവിടെ മഹാരാഷ്ട്രയ്ക്ക് അടുത്ത് ഈ ഡക്കാൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ അസ്മാക വരുന്നത്. ഇതിനടുത്ത് കിടക്കുന്ന ഈ ഒരു പ്രതിസ്ഥാന എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം കണ്ടില്ല, ഈ ഒരു പ്രദേശമാണ് ശതവാഹനന്മാരുടെ ക്യാപിറ്റൽ ആയിട്ടുണ്ടായിരുന്നത്. ശതവാഹനന്മാരെ കുറിച്ച് നിങ്ങൾ പഠിച്ചു. ശതവാഹന മഹാജനപദയിൽപ്പെട്ട ഒന്നുമല്ല കേട്ടോ. ശതവാഹന എന്ന് പറയുന്നത് ഈ മൗര്യന്മാരുടെ സമയത്ത്, അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് എമർജ് ചെയ്തിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണ് ഈ ശതവാഹനാസ് എന്ന് പറയുന്നത്. അത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എനിവേ ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കുക. അസ്മാക്ക എന്ന് പറയുന്നത് ഡക്കാൻ റീജിയനിൽ എമർജ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയുള്ളതിന്റെ ലൊക്കേഷനുകൾ നിങ്ങൾ ഒന്ന് നോക്കൂ, എല്ലാം അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ്. എല്ലാം വരുന്നത് എവിടെയാണ്? ഈ ഒരു ഗംഗാ യമുന നദിയുടെ ആ ഒരു ബെൽറ്റ്, ആ ഒരു ജിയോഗ്രഫിയിലാണ് ഒട്ടുമിക്ക എല്ലാ മഹാജനപദങ്ങളും വരുന്നത്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഗംഗാ യമുന നദി. ഇവിടെ നോക്കൂ, ഇവിടെ ഗംഗാ നദി ഇവിടെ വരുന്നുണ്ട്, അതുപോലെ തന്നെ യമുന നദി ഇത് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഗംഗാ യമുന നദിയുടെ തീരങ്ങളിലായിട്ടാണ് ഈ ഒട്ടുമിക്ക മഹാജനപദങ്ങളും എന്താക്കിയിട്ടുണ്ടായിരുന്നത്, എമർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതില് ഈ എന്താ പറയുക, മത്സ്യ, അവന്തി തുടങ്ങിയ ചില പ്രദേശങ്ങൾ ഇതേപോലെ എന്താണ് കുറച്ചൊന്ന് ഡിസ്റ്റന്റ് ആയിട്ട്, കുറച്ചൊന്ന് വിട്ടു നിൽക്കുന്നുണ്ട്, രാജസ്ഥാന്റെ ഒക്കെ അടുത്ത് നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം എന്താണ് ഏകദേശം സിമിലർ ആയിട്ടുള്ള അടുത്തടുത്തിട്ട് നൈബറിംഗ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ എമർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന മഹാജനപദങ്ങളാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക.
ഭൂരിഭാഗം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ ഭൂരിഭാഗം മഹാജനപദങ്ങളും ഗംഗാ നദിയുടെ തീരത്താണ് എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മഹാഭാരതത്തിലും രാമായണത്തിലും ഈ ആ, ഇതിനെ കുറിച്ചിട്ട് മഹാജനപദങ്ങളെ കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ, ഈ 16 മഹാജനപദങ്ങളെ കുറിച്ചിട്ട് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ, ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു കൃതി ഏതാന്ന് വെച്ചാൽ അത് അങ്കുത്താരണയ്ക്ക എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഈ അങ്കുത്താരണയ്ക്ക എന്ന് പറയുന്ന ബുക്ക് ഒരു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റാണ്. അപ്പൊ ഇതാണ് കുറേം കൂടെ എന്താ പറയുന്നത് ഒതന്റിക് ആയിട്ടുള്ള ഒരു രേഖ എന്ന് പറയുന്നത്. മഹാഭാരത രാമായണൊക്കെ ലേറ്റർ പീരീഡിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്താ പറയുന്നത് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. മഹാജനപദങ്ങളൊക്കെ ഫോം ചെയ്യപ്പെട്ടതിന് ശേഷം എഴുതപ്പെട്ടിട്ടുള്ള ഒരു രണ്ട് ഇതിഹാസങ്ങളാണ് മഹാഭാരതവും രാമായണം. അങ്കുത്താരണയ്ക്ക് അങ്ങനെയല്ല. അങ്കുത്താരണയ്ക്ക് കുറേം കൂടെ എന്താ പറയുക ഇതിന്റെ സമകാലികമായിട്ട് മഹാജനപദങ്ങളുടെ ഏകദേശം ആ ഒരു സമയത്ത് തന്നെ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ബുക്കാണ് അങ്കുത്താരണയ്ക്ക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്കുത്താരണയ്ക്ക എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് കുറേം കൂടെ എന്താ പറയുക ഒതന്റിക് ആണ്. എന്താ പറയുന്നത് കുറേം കൂടെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് മെറ്റീരിയൽ ആണ് ഈ അങ്കുത്താരണയ്ക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ അങ്കുത്താരണിക്കയില് എന്താണ് ഈ 16 മഹാജനപദങ്ങളെ കുറിച്ചിട്ടുള്ള റെഫറൻസുകളുണ്ട്. 16 മഹാജനപദങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക, അങ്കുത്താരണിക്ക മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ മഹാജനപദങ്ങളെല്ലാം എമർജ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിന്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈ ഏകദേശം ഒരു 600-500 BC-യുടെ ഇടയിലായിട്ടുണ്ട്. നമുക്ക് അങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് വരാൻ പറ്റൂല ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന്. ഏകദേശം നമുക്ക് വരാൻ പറ്റില്ല. ഏകദേശം 600-500 BC-യുടെ ഇടയിലായിട്ടാണ് 16 മഹാജനപദങ്ങളും എന്തായിട്ടുണ്ടായിരുന്നത് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 16 മഹാജനപദങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ത് ദക്ഷിണേന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ എന്തില്ല മഹാജനപദങ്ങൾ എമർജ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എവിടെയും എമർജ് ചെയ്തിട്ടില്ല ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മേഖലകളിലും എന്ത് ചെയ്തിട്ടില്ല മഹാജനപദങ്ങൾ എമർജ് ചെയ്തിട്ടില്ല. അപ്പോ ദക്ഷിണേന്ത്യയിലും വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും എന്താക്കിയിട്ടില്ല മഹാജനപദങ്ങൾ എമർജ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ചെറുതും അതുപോലെ തന്നെ ശക്തി കുറഞ്ഞതുമായിട്ടുള്ള ജനപദങ്ങളെ അല്ലെങ്കിൽ മഹാജനപദങ്ങളെ വലിയ വലിയ മഹാജനപദങ്ങൾ അറ്റാക്ക് ചെയ്യുകയും അവരുടെ പ്രദേശങ്ങൾ ഈ വലിയ മഹാജനപദങ്ങളുടെ പ്രദേശങ്ങളുടെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ വെട്ടിപ്പിടിക്കുന്ന പരിപാടികൾ മനസ്സിലായോ? ഓക്കെ, യുദ്ധത്തിലൂടെ വെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയാണ് മഹാജനപദങ്ങൾ ഇന്ത്യയിൽ വികസിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ വികസിക്കുക മാത്രമല്ല ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിന്റെ മറ്റൊരു ലക്ഷ്യം എന്തായിരുന്നു? അതായത് ഇങ്ങനെ ഈ ചെറുതും ശക്തി കുറഞ്ഞതുമായിട്ടുള്ള ജനപദങ്ങളെ പരാജയപ്പെടുത്തുന്നത് വഴി വലിയ മഹാജനപദങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ അവരുടെ ശത്രുക്കളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോ 16 മഹാജനപദങ്ങളിൽ ഇപ്പോ ഒന്നിനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 15 കാര്യം നോക്കിയാൽ മതിയല്ലോ. ബാക്കി 14 എണ്ണത്തിന്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ. അതാണ് ശത്രുക്കളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതും ഇതിന്റെ പിന്നിലെ മറ്റൊരു പ്രധാനപ്പെട്ട എന്താ പറയുന്നത് ലക്ഷ്യമായിരുന്നു. ഇനി നമുക്ക് ഓരോ പ്രധാനപ്പെട്ട മഹാജനപദങ്ങളും ആ മഹാജനപദങ്ങളുടെ തലസ്ഥാനങ്ങളും എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മഹാജനപദമായിരുന്നു കാശി. കാശിയുടെ തലസ്ഥാനമായിരുന്നു ഏത്? വാരണാസി അല്ലെങ്കിൽ ബനാറസ്. ഓക്കെ, അത് ഓർത്ത് വെക്കണേ, കാശി ബനാറസ്. ഓക്കെ, അപ്പോ ഈ കാശി എന്ന് പറയുന്നത് UP-യിലാണ്. UP-യിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ UP-യിലാണ്. അതുപോലെ തന്നെ എന്താണ് ബനാറസിലാണ്. ബനാറസിന്റെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക കാശി. പിന്നെ കൊശലയുടെ തലസ്ഥാനം ഏതാ? കൊശലയുടെ തലസ്ഥാനം ശ്രാവഷ്ടിയാണ്. ഈ കൊശലയുടെ രാജാവായിരുന്നു രാമൻ എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ രാമനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ശ്രാവഷ്ടിയാണ് കൊശല. ഈ കൊശലയും കാശിയെ പോലെ എന്താണ് UP-യിലാണ് സ്ഥിതി ചെയ്യുന്നത്. UP-യിലെ ഫൈസാബാദിനടുത്തുള്ള പ്രദേശമാണ് എന്ത് ഈ കൊശല എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക, ഓരോ മഹാജനപദങ്ങളുടെ തലസ്ഥാനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്.
ചിലപ്പോൾ നമുക്ക് ഈ വർഷത്തെ ഇതേപോലെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. തലസ്ഥാനങ്ങൾ കൊടുത്തിട്ട് മാച്ച് ദ ഫോളോയിങ് പോലുള്ള ഒരു ചോദ്യമോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു 1 മാർക്ക്, മീൻസ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യമോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യവും നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇതുവരേക്കും ചോദ്യങ്ങൾ ഒന്നും തന്നെ ഈ മഹാജനപദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മേഖല കൂടെയാണ് ഇത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ദെൻ അങ്ക അടുത്ത ഒരു മഹാജനപദാണ്. അതിന്റെ തലസ്ഥാനം ചമ്പ എന്ന് പറയുന്ന പ്രദേശത്താണ്. അതുപോലെ തന്നെ ബീഹാറിലാണ് അങ്ക സ്ഥിതി ചെയ്യുന്നത്. ബീഹാറിലെ ബഗൽപൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് അങ്ക സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മറ്റൊരു മഹാജനപദമാണ് മഗധ. മഗധയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾ മഗധയെ കുറിച്ചിട്ട് ചെറുപ്പം മുതൽ അല്ലെങ്കിൽ ചെറിയ ക്ലാസ് മുതൽക്ക് തന്നെ നിങ്ങൾ മഗധയെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ 16 മഹാജനപദങ്ങളിൽ നമുക്കൊക്കെ കുറെ കൂടെ സുപരിചിതമായിട്ടുള്ള മഹാജനപദമാണ് ഇത് മഗധ എന്ന് പറയുന്നത്. മഗധയുടെ തലസ്ഥാനം ആദ്യം രാജഗൃഹയായിരുന്നു, പിന്നീട് എങ്ങോട്ടേക്ക് മാറ്റി? പാട്നയിലോട്ട് അല്ലെങ്കിൽ പാടലിപുത്രയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മഗധ എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ഓക്കെ, ബീഹാറിന്റെ സദേൺ സൈഡിൽ, ബീഹാറിന്റെ തെക്കേ സൈഡിലാണ് എന്ത്, ഈ മഗധ എന്ന് പറയുന്ന മഹാജനപദം ആ, സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അഞ്ചാമത്തത് വൃജ്ജി അല്ലെങ്കിൽ വജ്ജി. അതിന്റെ തലസ്ഥാനം എവിടെയാണ്? വൈശാലിയിലാണ്. വൈശാലിയിലായിരുന്നു വൃജ്ജിയുടെ തലസ്ഥാനം. അത് ഈ വടക്കൻ ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, വടക്കൻ ബീഹാറിലും അതുപോലെ തന്നെ തെക്കൻ ബീഹാറിലും ഒക്കെ ആയിട്ടാണ് ഈ മഹാജനപദങ്ങൾ കുറെ ഒക്കെ എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അടുത്തത് മല്ല. മല്ല എന്ന് പറയുന്നത് ഇതേപോലെ അതിന്റെ ബീഹാറിലാണ് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ തലസ്ഥാനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പാവ എന്ന് പറയുന്ന പ്രദേശമാണ്. പാവ അല്ലെങ്കിൽ പാവപുരി എന്ന് നിങ്ങൾ അറിയപ്പെടുന്ന പാവപുരി. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു മഹാജനപദമാണ് ചെതി. ചെതി വരുന്നത് മധ്യപ്രദേശിലാണ്. ചെതി വരുന്നത്. മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് ചെതി വരുന്നത്. അതിന്റെ തലസ്ഥാനം സുക്തിമതിയാണ്. ഓക്കെ, മറക്കരുത്, ഒന്ന് ഓർത്തു വെക്കണേ. തലസ്ഥാനം എവിടെയാണ്? സുക്തിമതി. ദെൻ അടുത്തത് വത്സ. വത്സയുടെ തലസ്ഥാനം ഏതാണ്? വത്സയുടെ തലസ്ഥാനം കൗസാംബിയാണ്. വത്സയും ഇതേപോലെ എവിടെയാണ്? യു പിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. യു പിയിൽ അലഹബാദിനടുത്തുള്ള പ്രദേശമാണ് എന്ത്, ഈ വത്സ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, കൗസാംബി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു. ഓക്കെ, അപ്പോ ആ പട്ടണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വത്സയിലായിരുന്നു. വത്സ എന്ന് പറയുന്ന മഹാജനപദത്തിലായിരുന്നു. അതുപോലെ തന്നെ അത് അലഹബാദിനടുത്താണ്, യു പിയിലായിരുന്നു അത് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മത്സ്യം. മത്സ്യ ഇതേപോലെ അതിന്റെ തലസ്ഥാനം വരുന്ന വൈരാട്ടാണ്. രാജസ്ഥാനിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. മത്സ്യ രാജസ്ഥാന്. പിന്നെ സുരസേന. സുരസേനയുടെ തലസ്ഥാനം എവിടെയാണ്? മധുരയാണ്. യു പിയിലാണ് സുരസേന സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. പിന്നെ മറ്റൊന്നാണ് കുരു. കുരു നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കുരുവിന്റെ തലസ്ഥാനം വരുന്നത് ഹസ്തിനപുരയിലാണ്. ഡൽഹിയിലാണ് കുരു സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പാഞ്ചാല. പാഞ്ചാലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഞ്ചാലയ്ക്ക് 2 തലസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 2 തലസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ജനപദമാണ് പാഞ്ചാല. അതിന്റെ ഒരു തലസ്ഥാനം വരുന്നത് അഹിച്ചത്രയാണ്. അഹിച്ചത്ര യു പിയിലെ ബറേലിയാണ്, ബറേലി. പിന്നെ രോഹിലാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന കമ്പിലിയ. കമ്പിലിയ. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ പാഞ്ചാലയുടെ പ്രധാനപ്പെട്ട 2 തലസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അസ്മാക്ക. അസ്മാക്കയുടെ തലസ്ഥാനം എവിടെയാണ്? അസ്മാക്കയുടെ തലസ്ഥാനം ഗോവർദ്ധന എന്ന് പറയുന്നതാണ് അസ്മാക്കയുടെ തലസ്ഥാനം.
അസ്മാക സ്ഥിതി ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്ന പോലെ മഹാരാഷ്ട്രയിലാണ് അസ്മാക സ്ഥിതി ചെയ്യുന്നത്, മറക്കരുത്. അതുപോലെ തന്നെ പാഞ്ചാലയെ പോലെ തന്നെ അവന്തിക്കും രണ്ട് തലസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അവന്തിക്ക് രണ്ട് തലസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഉജ്ജയിന്, ഓക്കെ, രണ്ട് മഹിഷ്മതി. ബാഹുബലിയിലെ മറ്റേ മഹിഷ്മതി അതേപോലെ ഓർത്തിരിക്കുക. ഓക്കെ, ബാഹുബലിയിലെ മഹിഷ്മതി വേറാണ്, അതിന് ഇതുമായിട്ടൊരു കണക്ഷൻ ഇല്ല കേട്ടോ. അപ്പൊ അവന്തിക്ക് ഇതേപോലെ രണ്ട് തലസ്ഥാനങ്ങളുണ്ട്, ഉജ്ജയിനും അതുപോലെ തന്നെ മഹിഷ്മതിയും, ഓർത്തിരിക്കുക. ദെൻ അടുത്തത് ഗാന്ധാര. ഗാന്ധാരയുടെ തലസ്ഥാനം വരുന്നത് തക്ഷില. തക്ഷിലയിൽ എന്താണ്, പണ്ട് ഒരു ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഗാന്ധാര, തക്ഷില, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത്. പിന്നെ മറ്റൊന്നാണ് കംബോജ. കംബോജയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? രാജപുരയാണ്. കംബോജയുടെ തലസ്ഥാനം ഓർത്തിരിക്കുക, രാജപുര. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാനിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതും ഓർത്തിരിക്കാൻ മറക്കരുത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭൂരിഭാഗം മഹാജനപദങ്ങളിലും, MJ എന്ന് പറഞ്ഞാൽ മഹാജനപദാണ്, മഹാജനപദങ്ങളിൽ രാജവാഴ്ചയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചിലതിൽ രാജവാഴ്ച ഇല്ലാത്ത റിപ്പബ്ലിക്കൻ പ്രദേശങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ഗണസംഘ അല്ലെങ്കിൽ ഗണരാജ്യ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ടേം നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഗണസംഘ അല്ലെങ്കിൽ ഗണരാജ്യം. അപ്പോ ഈ രാജവാഴ്ച ഉള്ള മഹാജനപദങ്ങള് ഈ രാജവാഴ്ച ഇല്ലാത്ത റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഗണസംഘങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രാജവാഴ്ച ഉള്ള മഹാജനപദങ്ങളുടെ ഒരു പ്രത്യേകത എന്താ? അവിടെ പാരമ്പര്യ പിന്തുടർച്ചയാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഒരു രാജാവ് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മകൻ അടുത്ത രാജാവ് എന്നുള്ള ഒരു പരിപാടി, അതാണ് പാരമ്പര്യ പിന്തുടർച്ച എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. പക്ഷേ ഗണരാജ്യത്ത് അല്ലെങ്കിൽ ഗണസംഖ്യയിൽ അങ്ങനെയല്ല. അവിടെ ഈ പാരമ്പര്യ പിന്തുടർച്ചയില്ല. അവിടെ ജനങ്ങൾ തീരുമാനിക്കുന്ന ആളുകൾ, ജനങ്ങൾ സെലക്ട് ചെയ്യുന്ന ആളുകളാണ് എന്താവുന്നത്? രാജാക്കന്മാരായിട്ട് വരാറ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോ രാജവാഴ്ചകൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മഹാജനപദങ്ങളാണ് കൊശല, വത്സ, അവന്തി, മഗധ. അതുപോലെ രാജവാഴ്ച അല്ലാത്ത ഗണസംഖ്യയായിരുന്നു എന്ത്? വജ്ജി. നമ്മളത് നേരത്തെ ഡിസ്കസ് ചെയ്തു, വജ്ജി. അതുപോലെ തന്നെ ബുദ്ധമത രേഖകൾ, ഇപ്പോ അങ്കുട്ടാരണിക്ക പോലുള്ള ബുദ്ധമത രേഖകളിൽ മഹാജനപദങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മഹാജനപദങ്ങളിലെ രാജാക്കന്മാര് അവരുടെ പ്രജകളിൽ നിന്ന് നികുതി ആവശ്യപ്പെട്ടിരുന്നു എന്നാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാം. അതുപോലെ തന്നെ കർഷകര് ഇരുമ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് ലേറ്റർ വേദിക് പീരീഡിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 700 BC ഒക്കെ ആവുന്ന സമയത്ത് ഇരുമ്പ് വലിയ തോതിൽ കൃഷിക്കാർ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ട് കൊടുവാള് അല്ലെങ്കിൽ വാളുകള്, അതുപോലെ തന്നെ കലപ്പകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് കാടും മരങ്ങളൊക്കെ വെട്ടിത്തെളിച്ചുകൊണ്ട് കൃഷിഭൂമിയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. കൃഷി കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കർഷകര് കലപ്പ ഉപയോഗിച്ച് കൊണ്ട് യവം, ബാർലി, അതുപോലെ തന്നെ അരി തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ എല്ലാവരിൽ നിന്നും നികുതി പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നികുതി പിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സൈന്യങ്ങളെ സജ്ജമാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട മഹാജനപദങ്ങളെ കുറിച്ചിട്ടൊന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. അതിലെ പ്രധാനപ്പെട്ട ഒരു മഹാജനപദമാണ് ഏത്? കാശി. കാശി UP-യിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാരണാസിയാണ് അതിന്റെ തലസ്ഥാനം. കാശിയിലെ രാജാക്കന്മാര് കൊശലയെ പരാജയപ്പെടുത്തി കൊശലയെ എന്താക്കിയിട്ടുണ്ടായിരുന്നു? അവരുടെ രാജ്യത്തോട് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മഹാജനപദമാണ് വത്സ. അവിടുത്തെ പ്രശസ്തനായിട്ടുള്ള രാജാവാണ് ഉദയനൻ. പിന്നെ മറ്റൊരു മഹാജനപദമാണ് അവന്തി. അവന്തി എന്ന് പറയുന്നത് മഗധയുടെ പ്രധാനപ്പെട്ട ഒരു ശത്രുവാണ്. കാരണം രണ്ട് ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ അവന്തിയുടെ പ്രധാനപ്പെട്ട രാജാവായിരുന്നു ആര്? പ്രദ്യോത്തൻ.
ഓക്കെ. സോ അദ്ദേഹത്തെ പലപ്പോഴും ചന്ത എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചന്ത എന്ന് പറഞ്ഞാൽ ക്രൂരൻ എന്നുള്ള ഒരു മീനിങ്. അപ്പൊ അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങൾ നടത്തി, ഒരുപാട് സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ടായിരിക്കും. മേ ബി അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ചന്ത എന്നുള്ള ഒരു പേര് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പ്രതിയോത്തൻ, മറക്കരുത്, പ്രതിയോത്തൻ ചന്ത. ഓക്കെ. പ്രതിയോത്തൻ ഗാന്ധാര വരെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അവന്തിയും വത്സയും തമ്മിൽ മത്സരങ്ങൾ നടന്നിട്ടുണ്ട് പ്രദേശങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റൊന്നാണ് കൊശല. അതായത് മഹാജനപദങ്ങളുടെ കൂട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന ആദ്യകാല ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മഹാജനപദങ്ങളാണ് കൊശല. യു പിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അയോധ്യയാണ് അതിന്റെ തലസ്ഥാനം. അവിടുത്തെ രാജാവാണ് രാമൻ. സോ ഇതിന്റെ ഭരണാധികാരികളെല്ലാം തന്നെ ഒട്ടുമിക്ക ഭരണാധികാരികളും ക്ഷത്രിയന്മാരായിരുന്നു. അതുപോലെ തന്നെ ഈ കൊശലയുടെ ഫേമസ് ആയിട്ടുള്ള രാജാവാണ് ആര്? പ്രസൻജീത്ത്. അപ്പൊ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. കൊശലയിലെ പ്രധാനപ്പെട്ട രാജാവാണ് ആര്? പ്രസൻജീത്ത്. അദ്ദേഹം ബുദ്ധന്റെ അനുയായി ആയിരുന്നു, ബുദ്ധന്റെ പിന്തുണക്കാരനുമായിരുന്നു അദ്ദേഹം, പ്രസൻജീത്ത്. പക്ഷേ പ്രസേൻജീത്തിനെ അജാതശത്രു, മഗധയിലെ അജാതശത്രു പല തവണ യുദ്ധങ്ങളിലൂടെ അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. മഗധയിലെ അജാതശത്രു അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടുണ്ട്, പ്രസേൻജീത്തിനെ. പിന്നെ മറ്റൊന്നാണ് മഗധ. മഗധ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ബീഹാറിലാണ് മഗധ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മഗധ സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ബിംബിസാരനാണ്. അതുപോലെ തന്നെ ആ ബിംബിസാറിന്റെ മകനാണ് അജാതശത്രു. അജാതശത്രുവിന്റെ മകനാണ് ആര്? ഉദയൻ. ഈ ഉദയന്റെ സമയത്താണ് രാജഗൃഹ എന്ന ക്യാപിറ്റൽ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? പാടലിപുത്രയിലോട്ട്, പാട്നയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ മഗധ സാമ്രാജ്യത്തെ കുറിച്ചിട്ട് അശോകോശൻ പറയുന്നുണ്ട്. അശോകോശൻ എഴുതിയിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ബുദ്ധചരിത. സോ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, കാരണം ചിലപ്പോൾ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. ബുദ്ധചരിതം എഴുതിയത് ആരാണ് എന്നുള്ള രീതിയിൽ. അപ്പോ അശോകോശനാണ് ബുദ്ധചരിതം എഴുതിയിട്ടുള്ളത്. അപ്പോ അതിലും അദ്ദേഹം പറയുന്നുണ്ട് ഈ മഗധയില് ഭരണം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ബിംബിസാരൻ, അജാതശത്രു ഇവരൊക്കെ ഹരിയങ്ക വംശത്തിൽ അല്ലെങ്കിൽ ഹരിയങ്ക ഡൈനാസ്റ്റിയിൽ ചേർന്നിട്ടുണ്ടായിരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അതിലെ പെട്ട ആൾക്കാരായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അശോകൻ പറയുന്നുണ്ട് ബിംബിസാരനാണ് മഗധയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബിംബിസാരനെ ശ്രേണിക എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ശ്രേണിക എന്ന് പറഞ്ഞാൽ എന്താ? ശ്രേണിക എന്ന് പറഞ്ഞാൽ ഗിൽഡ് എന്നുള്ള ഒരു അർത്ഥം. ശ്രേണി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹിസ്റ്ററിയിൽ ചിലപ്പോൾ. ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താ? ഗിൽഡ് എന്ന. ഗിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? കച്ചവടക്കാരുടെ അസോസിയേഷൻ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ വ്യാപാരി വ്യവസായി പോലത്തെ ഒരു സംഭവം, അതാണ് ഗിൽഡുകൾ, ശ്രേണികൾ. അപ്പോൾ ശ്രേണിക എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മേ ബി അത് സൂചിപ്പിക്കുന്നത് എന്താ? ബിംബിസാരൻ ഒരു കച്ചവടക്കാരനായിരുന്നു, അല്ലെങ്കിൽ ബിംബിസാരൻ ഒരു എന്താ പറയുന്നത്, വൈശ്യനായിരുന്നു എന്നുള്ളതാണ്. കാരണം കൃഷി ചെയ്തിട്ടുണ്ടായ കൃഷിയും കച്ചവടമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളെയാണ് നമ്മൾ വൈശ്യാസ് എന്ന് വിളിക്കാറ്, കാസ്റ്റ്. അപ്പോൾ അതായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ എന്താണ്, ഇദ്ദേഹം ഒരു വൈശ്യ കാസ്റ്റിൽ പെടുന്ന ആളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒട്ടുമിക്ക മഹാജനപദങ്ങളിലും ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന ക്ഷത്രിയന്മാരാണ് എന്ന്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിട്ടുണ്ടായിരുന്നു മഗധ. ഓക്കെ. സോ അദ്ദേഹം പറയുന്നത് എന്താണ്? ബിംബിസാര ഒന്നെങ്കിൽ വ്യാപാരികളുടെയോ അല്ലെങ്കിൽ കരകൗശല വിദഗ്ധരുടെയോ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മഹാഭാരതത്തിലും എന്താക്കുന്നുണ്ട്, ഈ മഹാജനപദങ്ങളുടെ ഫേമസ് ആയിട്ടുള്ള മഗധയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഗധയുടെ കീഴിൽ ഏകദേശം 80,000-ഓളം വരുന്ന ഗ്രാമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത്രയും വലുതായിരുന്നു മഗധ എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ട് ആ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഗധയുടെ ലൊക്കേഷൻ മനസ്സിലാവും. ഓക്കെ. സോ ഇത്രയും പ്രദേശത്ത് വ്യാപിച്ച് കിടന്നിട്ടുണ്ടായിരുന്ന വലിയൊരു മഹാജനപദമാണ് ഈ മഗധ എന്ന് പറയുന്നത്. സോ അടുത്തതായിട്ട് നമുക്ക് ഈ മഗധയുടെ എമർജൻസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. സോ മഗധ തുടക്കത്തിൽ അങ്ക എന്ന് പറയുന്ന മഹാജനപദത്തോട് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു മഹാജനപദമാണ്.
പിന്നീട് അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ബിംബിസാരനാണ്. ബിംബിസാറിന്റെ ഫാദറിനൊക്കെ ഈ അങ്ക എന്ന് പറയുന്ന മഹാജനപദം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അങ്കയിലെ രാജാവായിട്ടുണ്ടായിരുന്ന ബ്രഹ്മദത്തൻ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായിട്ടുള്ള പോരാട്ടം അങ്കയും അതുപോലെ തന്നെ മഗധയും തമ്മിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നീടാണ് അതിനുശേഷമാണ് ഇയാളുടെ ബിംബിസാറിന്റെ അച്ഛന്റെ മരണത്തിന് ശേഷമാണ് ബിംബിസാരൻ അധികാരത്തിലോട്ട് വരുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടേക്ക് മഗധയാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിംബിസാരൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹമാണ് മഗധയുടെ ഉയർച്ചയുടെ പിന്നിലെ ഒരു കാരണം. അപ്പൊ അദ്ദേഹം ഈ കൊശലയുമായിട്ടും അതുപോലെ തന്നെ വജ്ജിയുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ കൊശല നമ്മൾ നേരത്തെ പറഞ്ഞു പ്രസേൻജീത്തിന്റെ കാര്യം. അപ്പൊ പ്രസേൻജീത്തുമായിട്ടും അതുപോലെ തന്നെ വജ്ജിയുമായിട്ടൊക്കെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ കൊശല ദേവിയെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ തുറന്നിട്ട് ഈ കൊശലയുടെ കയ്യിലുണ്ടായിട്ടുണ്ടായിരുന്ന കാശി, വാരണാസി തുടങ്ങിയ പ്രദേശങ്ങൾ സ്ത്രീധനമായിട്ട് ബിംബിസാരന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വജ്ജിയിലെ ചെല്ലന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് സാമ്രാജ്യം വിപുലീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ വജ്ജിയുമായിട്ടും കൊശലയുമായിട്ടും നല്ല ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. മാട്രിമോണിയൽ അലയൻസുകൾ. ഇപ്പോ അക്ബർ രജപുട്ടുകളോട് മാട്രിമോണിയൽ അലയൻസുകൾ നടത്തിയപ്പോൾ അക്ബറിന് മനസ്സിലായി രജപുട്ടുകളുടെ സഹായമില്ലാതെ ഇന്ത്യയിൽ വലിയൊരു എംപയർ കെട്ടിപ്പടുക്കൽ അസാധ്യമാണെന്ന് അക്ബറിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് മുഗൾ ചക്രവർത്തി ആയിട്ടുണ്ടായിരുന്ന അക്ബർ രജപുട്ടുകളുമായിട്ട് ഒന്നിക്കുന്നത്, രജപുട്ടുകളുടെ സഹായം ചോദിക്കുന്നത്, രജപുട്ടുകളുമായിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്, മാട്രിമോണിയൽ അലയൻസുകളെ, കല്യാണ ബന്ധങ്ങൾ എല്ലാം അക്ബർ സ്ഥാപിക്കുന്നത്. അതേ തുടർന്നിട്ടാണ് അക്ബറിന് ബീർബല്, രാജാ മാൻസിംഗ്, ടോഡർമാള് തുടങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള എന്താ പറയുക ഉദ്യോഗസ്ഥരുടെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ സഹായം മുഗൾ എംപയർ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെയായിരുന്നു ബിംബിസാരനും. മാട്രിമോണിയൽ അലയൻസുകൾ ഒരു ടാക്ടിക്സ് ആയിരുന്നു എംപയർ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇദ്ദേഹം വളരെ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. അതുപോലെ തന്നെ അങ്കയെ ഇദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അത്രയും വലിയ ശക്തനായിട്ടുണ്ടായിരുന്ന ബിംബിസാരയെ അദ്ദേഹത്തിന്റെ മകൻ അജാതശത്രു കൊന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അജാതശത്രു അധികാരത്തിലോട്ട് വരുന്നത്. അങ്ങനെ ആ സമയത്ത് ഈ സ്വന്തം മകൻ അച്ഛനെ കൊന്നു എന്നുള്ള ന്യൂസ് കേട്ട് കുശലാദേവി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു, ദുഃഖം സഹിക്കാൻ വയ്യാതെ. അങ്ങനെയാണ് മഗധയും കൊശലയും തമ്മിലുള്ള ഈ പോരാട്ടം നടക്കുന്നത്. കാരണം എന്താ, പ്രസേൻജീത്തിന്റെ അളിയനായിട്ടുണ്ടായിരുന്ന ആളെയാണ് വധിച്ചിട്ടുണ്ടായിരുന്നത് അജാതശത്രു. അപ്പോ പ്രസേൻജീത്ത് മഗധയ്ക്കെതിരെ യുദ്ധം ഡിക്ലെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ കാശിയും വാരണാസിയും തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. പക്ഷെ അതിൽ അജാതശത്രു വിജയിച്ചു എന്നുള്ളതാണ്. കൊശലയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മഗധയുടെ അധീനത്തിലാക്കിയിട്ടുണ്ടായിരുന്നു കൊശലയെ. അതുപോലെ തന്നെ വൈശാലിയിലെ വൃജ്ജി ലിച്ചാവികളുമായിട്ടൊക്കെ മഗധയ്ക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് അവരുമായിട്ടും ഇയാള് അജാതശത്രു യുദ്ധം നടത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നത്? ഈ ധാതുക്കൾ കിട്ടാൻ വേണ്ടി, മിനറൽസുകൾ കിട്ടാൻ. മിനറൽസിന്റെ ഖനികൾ അവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഈ ഗണസംഖ്യയില് വൃജ്ജിയില്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുമായിട്ട് യുദ്ധം ചെയ്തു. അതുപോലെ തന്നെ ബുദ്ധഘോഷന്റെ മറ്റൊരു വർക്കാണ് സുമംഗല വിലാസിനി. അപ്പൊ ഈ സുമംഗല വിലാസിനിയിൽ എന്താക്കുന്നുണ്ട്, ഇതിനെ കുറിച്ചിട്ട് സംഘർഷത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട് സുമംഗല വിലാസിനി. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണേ. അപ്പോ അതുപോലെ തന്നെ അജാതശത്രു ഈ വൃജ്ജീസിനെയും എന്താക്കിയിട്ടുണ്ട്, പരാജയപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധത്തിലൂടെ. സോ ഇവിടെ മഗധയുടെ ഒരു എക്സ്പാൻഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഇരുന്ന മഗധ, രാജഗൃഹയിൽ ഇരുന്ന മഗധ ഇത്രയും പ്രദേശങ്ങൾ കീഴടക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണിക്കുന്നത് മഗധയുടെ ആ ഒരു എക്സ്പാൻഷൻ ആണ്. അതുപോലെ തന്നെ ഈ വജ്ജി എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു രാജ്യം തന്നെയായിരുന്നു. പക്ഷെ മഗധയുമായിട്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു. അതുപോലെ തന്നെ ഈ വൃജ്ജികള് മറ്റ് പല മഹാജനപദങ്ങളെയും ചേർത്തുകൊണ്ട് ഇവർക്കെതിരെ പോരാട്ടം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു.
അജാതശത്രുവിനെതിരെ. അതായത് ഗോത്രങ്ങളുടെ ഒരു അസോസിയേഷൻ, ഗോത്രങ്ങളുടെ ഒരു കോൺഫെഡറസി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ലിച്ചാവി, മിഥില, വിദേഹ, പാവ, കുശിനഗര, മല്ല തുടങ്ങിയ ഇതിനെല്ലാം തുടങ്ങിയ മഹാജനപദങ്ങളെയും ഒക്കെ ചേർത്തുകൊണ്ട് വലിയൊരു കോൺഫെഡറസി അസോസിയേഷൻ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ആ, ആ, ഈ വജ്ജി. അതായത് ഇപ്പോ ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ട്രിപ്പിൾ എന്റന്റെയും ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എന്റന്റെയും. ജർമ്മനി, ജർമ്മനി, ഓസ്ട്രിയ, ടർക്കി, ട്രിപ്പിൾ ട്രിപ്പിൾ അലയൻസും. ബ്രിട്ടന്, ഫ്രാൻസ്, റഷ്യ ട്രിപ്പിൾ എന്റന്റെയും. അപ്പൊ അതേപോലെ ഇവിടെ ഒരു കോൺഫിഡൻസ് രൂപീകരിക്കുന്നുണ്ട് അജാതശത്രുവിനെതിരെ. അപ്പൊ ഈ യുദ്ധം 16 വർഷക്കാലം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. 18 ഗണരാജ്യങ്ങൾ വരെ ഇദ്ദേഹത്തിനെതിരെ പോരാട്ടം നടത്തിയിട്ടുണ്ട്, അജാതശത്രുവിനെതിരെ. അപ്പൊ അദ്ദേഹം ഈ ഗണരാജ്യങ്ങളുടെ ഐക്യം അദ്ദേഹം തകർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ജൈനമത ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വജ്ജികളുടെ നേതൃത്വത്തിൽ 36 രാജവാഴ്ച ഇതര സംസ്ഥാനങ്ങളുടെ ഒരു കോൺഫെഡറസി രൂപീകരിച്ച, അതായത് 36 നോൺ മൊണാർക്കിക്കൽ രാജ്യങ്ങള് അവര് തന്നെ ഒരു അസോസിയേഷൻ രൂപീകരിച്ചുകൊണ്ട് അജാതശത്രുവിനെതിരെ പോരാട്ടം നടത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിലും അജാതശത്രുവാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അജാതശത്രുവിനെതിരെ കാശി, കൊശല, മല്ല, ലുച്ചാവി എന്നിവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് യുദ്ധം നടത്തിയിട്ടുണ്ട്. യെസ്, ഇവിടെ ആ, ഒരു സ്കൾപ്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സ്കൾപ്ചർ ശരിക്കും കാണിക്കുന്നത് അജാതശത്രുവിനാണ്. അപ്പോൾ ഈ അജാതശത്രുവിന്റെ സ്കൾപ്ചർ രൂപം കൊത്തിവെച്ചിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ് ബർഹട്ടിലെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി, മധ്യപ്രദേശിലെ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ചിലപ്പോ കാരണം നമുക്ക് നമ്മളുടെ HSIക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് കുറെ ചോദ്യങ്ങൾ വരാറുണ്ട്. മേ ബി അത് ഒരു ചോദ്യം വന്നേക്കാം. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദ്യം, ബർഹട്ട് മൊണാസ്ട്രി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബർഹട്ട് മൊണാസ്ട്രി ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. അപ്പൊ അവിടെ ആ, ആ, അതിന്റെ ചുമരുമേൽ ഇതേപോലെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ അജാതശത്രുവിനെ കാണിക്കുന്നുണ്ട്. സോ മഗധയുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇരുമ്പിന്റെ നിക്ഷേപം, അപ്പൊ അത് കാരണമായിക്കൊണ്ട് വലിയ ആയുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. കാർഷിക ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഗംഗാ നദിയുടെയും പോഷക നദികളും മഗധയെ ഫലഭൂയിഷ്ടമാക്കി. അതുപോലെ തന്നെ ഗംഗാ സമതലത്തിൽ ഈ നദി വലിയ തോതിൽ ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കാട് പിടിച്ച് കിടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് മഗധ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല കാടുള്ള പ്രദേശങ്ങളിലാണ് ആനകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആനകളെ ഇവർക്ക് കൂടുതലായിട്ട് സൈന്യത്തിലോട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു മഗധയ്ക്ക്. അത് അവരുടെ വിജയത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതുപോലെ തന്നെ നദീജല ഗതാഗതം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ ആണ്. കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ കാർഷിക വാണിജ്യ പുരോഗതി, അഗ്രികൾച്ചറിലും ട്രേഡിലുമുള്ള പുരോഗതി. അതുപോലെ തന്നെ ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ, സുശക്തമായിട്ടുള്ള സൈന്യം. ഇതെല്ലാം കാരണമായിക്കൊണ്ടാണ് മഗധ വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അരിയങ്ക ഡൈനാസ്റ്റി വിജയിച്ചിട്ടുണ്ടായിരുന്നത്, ബിംബിസാരനും അജാതശത്രു എല്ലാം വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മഗധയുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അതിന്റെ ഭൂമിശാസ്ത്രമാണ്. വടക്ക് ഭാഗത്ത് ഗംഗാ നദി, പടിഞ്ഞാറ് ഭാഗത്ത് സോൺ നദി, തെക്ക് ഭാഗത്ത് വിന്ധ്യ പർവ്വതകള്, കിഴക്ക് ഭാഗത്ത് ചമ്പാ നദി. അപ്പോ വെൽ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു മഗധ എന്ന് പറയുന്ന ഒരു മഹാജനപദം. അപ്പൊ ആർക്കും അത്ര പെട്ടെന്ന് അങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യാൻ സാധിക്കത്തുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ 5 മലകളും ഒരു കോട്ട പോലെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്ന പ്രദേശമാണ് രാജഗൃഹ. രാജഗൃഹയാണ് ഇവരുടെ തലസ്ഥാനം. അപ്പോ ആ, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് മഗധ വിജയിച്ചിട്ടുണ്ട്. അപ്പോ മഗധയ്ക്ക് ഒരു നാച്ചുറൽ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാരണമായിക്കൊണ്ട് മഗധ വിജയിച്ചു. അങ്ങനെ അജാതശത്രു അജാതശത്രുവിന് ശേഷം ഉദയ്, അദ്ദേഹത്തിന്റെ മകൻ രാജാവായി. കർമ്മ പോലെ തന്നെ, അതായത് ഇദ്ദേഹം അജാതശത്രു രാജാവാകുന്നത് തന്റെ ഫാദർ ബിംബിസാറിനെ കൊന്നിട്ടാണ്. ഉദയൻ രാജാവാകുന്നത് തന്റെ ഫാദർ അജാതശത്രുവിനെ കൊന്നിട്ടാണ്.
ഇദ്ദേഹമാണ് പാടലിപുത്രയിലോട്ട് തലസ്ഥാനം രാജഗൃഹയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുണ്ടായിരുന്ന 3 പിൻഗാമികളും ദുർബലരായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ, മഗധയുടെ മഗധൻ സാമ്രാജ്യത്തിന്റെ ഓഫീസർ ആയിട്ടുണ്ടായിരുന്ന ശിശുങ്ക എന്ന് പറയുന്ന ആള് ഭരണം പിടിച്ചെടുക്കുന്നത്. അപ്പൊ വാരണാസിയിലെ മഗധൻ ഭരണാധികാരിയായിരുന്നു ആര്? ഈ ശിശുങ്ക. അപ്പോ ഈ ശിശുങ്ക ഭരണം പിടിച്ചെടുത്തു. അദ്ദേഹം രാജാവായി. അപ്പൊ അതോട് കൂടിയിട്ട് ഹരിയങ്ക ഡൈനാസ്റ്റി അവസാനിച്ചു. പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഡൈനാസ്റ്റിയാണ് ഏത്? ശിശുങ്ക ഡൈനാസ്റ്റി. അങ്ങനെ പിന്നീട് മഗധയിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ശിശുങ്ക രാജവംശമാണ്. ശിശുങ്ക അവന്തിയെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശിശുങ്കയുടെ പിൻഗാമികളായിട്ടുണ്ടായിരുന്ന ആളുകളെ പുരാണങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അവരാണ് കാലശോകം, കാകവർണം, നന്ദിവർദ്ധനം, പഞ്ചമകം. അങ്ങനെ അതിനുശേഷം ശിശുങ്ക ഡൈനാസ്റ്റിക്ക് ശേഷം മഗധയിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന രാജവംശമാണ് നന്ദ രാജവംശം. അപ്പോ ശിശുങ്കയുടെ പുത്രനായിട്ടുണ്ടായിരുന്ന കാലശോകൻ ശിശുങ്കയ്ക്ക് ശേഷം രാജാവായി. അദ്ദേഹം മരിച്ചു. അതിനുശേഷം ആ, മഹാപത്മനന്ദ എന്ന് പറയുന്ന ശുരകനായിട്ടുണ്ടായിരുന്ന ആളാണ് പിന്നീട് അവിടെ രാജാവായിട്ടുണ്ടായിരുന്നത്. അപ്പൊ പുരാണങ്ങളിൽ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുന്നത് ഇദ്ദേഹം ഒരു ശൂദ്ര സ്ത്രീക്ക് ഉണ്ടായ മകനാണ് എന്നാണ് പറയുന്നത്, മഹാപത്മനന്ദ. ഈ മഹാപത്മനന്ദയെ പരാജയപ്പെടുത്തിയിട്ടാണ് ചന്ദ്രഗുപ്തൻ തന്റെ മൗര്യൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അപ്പൊ ഇവിടെ മഗധൻ എംപയറിന്റെ ഒരു ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം. ഹരിയങ്ക ഡൈനാസ്റ്റി ആദ്യം. ആ ഡൈനാസ്റ്റിയെ രാജാക്കന്മാരാണ് ബിംബിസാര, അജാതശത്രു, ഉദയൻ. പിന്നെ അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്നതാണ് ശിശുങ്ക ഡൈനാസ്റ്റി. ശിശുങ്ക ഡൈനാസ്റ്റി സ്ഥാപിച്ചത് ശിശുങ്ക തന്നെയാണ്. അദ്ദേഹത്തിന്റെ മകനായിരുന്നു ആര്? കാലശോകൻ. അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്ന ഡൈനാസ്റ്റിയാണ് നന്ദ ഡൈനാസ്റ്റി. ഈ ഡൈനാസ്റ്റിയെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് മഹാപത്മനന്ദയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ധനനന്ദ. ആ ധനനന്ദയാണ് ചന്ദ്രഗുപ്തൻ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് മൗര്യ സാമ്രാജ്യം അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. പക്ഷെ ഇതുവരെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മഹാജനപദങ്ങളുടെ എമർജൻസും പ്രധാനപ്പെട്ട മഹാജനപദങ്ങളും രാജാക്കന്മാരൊക്കെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. നമുക്ക് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഏരിയയാണ്. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓർത്തിരിക്കുക. ഓരോന്നും ഏതൊക്കെയാണ് ഭരണാധികാരികൾ, ഒരു ഡൈനാസ്റ്റിക്ക് ശേഷം വന്ന അടുത്ത ഡൈനാസ്റ്റി ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കാം. ഓക്കെ. സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.